ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരോടും ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുന്നു. सारे जो है दासों के लिए परमेश्वर को अच्छे धन्यवाद देता हूँ। ഇന്ന് പൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം. आज सुबह के समय हम परमेश्वर के चरणों में प्रार्थना के साथ आते हैं। നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആത്മാവിന് നമുക്ക് നൽകുവാൻ ചിലതുണ്ട്. तो निश्चय परमेश्वर की आत्मा को हमको देने के लिए कुछ है। ഞാൻ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ചില വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. पिछले दिनों में जब परमेश्वर के चरणों में होने के समय परमेश्वर ने जो कुछ वचन दिए हैं वो आप लोगों को बांटना चाहता हूँ। അത് വേറെ ഒന്നുമല്ല, कुछ और नहीं, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം തന്നെ. हमने पिछले बार जो सोचा हुआ विषय ही है। നീ കഴിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. तुमने क्या प्रार्थना का उत्तर मिलेगा। നമ്മൾ കഴിച്ച പ്രാർത്ഥന എന്താണ്? हमने क्या प्रार्थना क्या है। ആമേൻ. ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? किस विषय के लिए प्रार्थना किया है। ഏതിനെല്ലാമാണ് മറുപടി ലഭിക്കുന്നത്? किसके लिए जो जवाब मिला है। ദൈവത്തിന്റെ വചനം നമ്മോട് സ്പഷ്ടമായിട്ട് സംസാരിക്കുന്നു. परमेश्वर का वचन हमें स्पष्ट रीति से कहा है, എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ परंतु कई बार हमारी प्रार्थनाएं വ്യത്യസ്തമായ രീതിയിൽ अलग अलग रीति में ദൈവത്തിന് ഹിതമാണോ എന്ന് പോലും ചിന്തിക്കാതെ പ്രാർത്ഥിക്കാറുണ്ട്. परमेश्वर की इच्छा है क्या करके सोचे में ही प्रार्थना करते हैं। കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് അങ്ങനെയാ. क्योंकि पिछले दिनों में हमने सुना ऐसा है, ദൈവ ഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നവർക്ക് നിശ്ചയമായിട്ട് മറുപടിയുണ്ട്. परमेश्वर की इच्छा के अनुसार प्रार्थना करने वाले को अनुग्रह है। ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് തിരുവചനം നമ്മോട് പറയുന്നു. परमेश्वर की इच्छा को जानकर प्रार्थना करना है करके वचन कहता है। എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ परंतु कई बार हमारी प्रार्थनाएं ദൈവഹിതമില്ലാതെ പ്രാർത്ഥിക്കാറുണ്ട്. परमेश्वर का इच्छा के बिना हम प्रार्थना करते हैं। മറുപടി ലഭിക്കാതെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് ദൈവഹിതമല്ല. और जब जवाब नहीं मिलता है तब पता चलता है कि परमेश्वर की इच्छा नहीं था। അപ്പൊ ദൈവഹിതമായിട്ടുള്ള പ്രാർത്ഥനകളുമുണ്ട്, ദൈവഹിതമല്ലാത്ത तो പ്രാർത്ഥനകളുമുണ്ട്. मतलब परमेश्वर की इच्छा अनुसार किया जाने वाला प्रार्थना भी है और उनकी इच्छा के अनुसार नहीं है वही प्रार्थना होते हैं। ഇന്ന് പകൽക്കാലം ഒരു പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. तो आज सुबह भी हम एक प्रार्थना के बारे में ध्यान देते हैं। നമുക്കെല്ലാം സുപരിചിതമായ വ്യക്തിയാണ്. हम सब जानने वाले व्यक्ति हैं। നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് പല രീതിയിലും കേട്ടിട്ടുണ്ട്. हम उस व्यक्ति के बारे में कई रीति से सुना है, പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ആ വ്യക്തിയെ കുറിച്ച് ചിലത് പറയുവാനുണ്ട്. परंतु आज सुबह जो है उस व्यक्ति से कुछ बताना चाहते हैं। നമുക്കൊരു വേദഭാഗം വായിക്കാം. हम जो वचन पढ़ते हैं ഉൽപ്പത്തിയുടെ പുസ്തകം उत्पत्ति का किताब 32 अध्याയം 32वां अध्याय അതിന്റെ 26 വാക്യം ഒന്ന് വായിക്കാം. उसका 26वां आयत। ഉൽപ്പത്തി പുസ്തകം उत्पत्ति 32 अध्यायത്തിന്റെ 26 വാക്യം ഒന്ന് വായിക്കാം. 32 अध्याय का 26 आयत पढ़ते हैं। तब उसने कहा मुझे जाने दे क्योंकि भोर हुआ चाहता है। याकूब ने कहा जब तक तू मुझे आशीर्वाद ना दे तब तक मैं तुझे जाने ना दूंगा। ഇവിടെ ഇങ്ങനെയാണ് വായിച്ചത്, എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഇവിടെ വായിച്ചത്. याकूब का एक प्रार्थना को हमने यहाँ पढ़ा है। ദൂതനും യാക്കോവുമായിട്ടുള്ള ഒരു സംസാരം. दूत और याकूब के बीच में एक बात है। നമുക്കറിയാം, അതിന്റെ കാരണങ്ങളെല്ലാം അറിയാം. हमको तो कारण से पता है, എങ്കിലും ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ളത്, परंतु परमेश्वर की आत्मा को हमसे जो बात करे वो ये है, ആമേൻ, ഇവിടെ യാക്കോബിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ്. याकूब के प्रार्थना के बारे में। നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, हम कई बार प्रार्थना करते हैं, പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. कई सारे विषयों के लिए प्रार्थना करते हैं, എന്നാൽ എല്ലാ വിഷയങ്ങളും നമുക്ക് ആവശ്യമാണോ അല്ലെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമോ എന്ന് പോലും നമ്മൾ അറിയാതെ പ്രാർത്ഥിക്കും. परंतु ये विषय के लिए प्रार्थना करना है क्या, ये जरूरी है क्या, ये भी जाने बिना हम प्रार्थना करते हैं। എന്നാൽ ഇവിടെ യാക്കോബ് പ്രാർത്ഥിച്ചത്, परंतु यहाँ पे याकूब ने प्रार्थना किया है, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. तुम मुझे अनुग्रह दिए बिना मैं नहीं छोड़ूंगा। ആമേൻ. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനിടയായി. इसके मैं सोच रहा था എന്താണ് അനുഗ്രഹം? क्या है अनुग्रह, എന്തിനാണ് അനുഗ്രഹം വേണ്ടത്? क्यों अनुग्रह चाहिए, എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത്? कैसे अनुग्रह करना है। അപ്പൊ യാക്കോബ് ചോദിച്ച അനുഗ്രഹം എന്താണ്? तो याकूब ने पूछा वो अनुग्रह क्या है। നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. हम भी अनुग्रह के लिए प्रार्थना करते हैं। അനേകർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവ് എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. कई जन प्रार्थना करते मैंने सुना है, प्रभु मुझे अनुग्रह कर कर। പക്ഷെ ഏത് കാര്യത്തിലാണ് അനുഗ്രഹിക്കേണ്ടതെന്ന് നമ്മൾ പറയാറില്ല. परंतु कौन से बातों में अनुग्रह करना ये नहीं बताते, ഏത് അനുഗ്രഹമാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ പറയാറില്ല. या कौन सा अनुग्रह चाहिए ये नहीं बताते। അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സഭയിൽ ഇങ്ങനെ ചോദിക്കാനിടയായി. मैंने ऐसे जो है कलीसिया में पूछा था। നമ്മളിങ്ങനെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, हम इस अनुग्रह के लिए प्रार्थना करते हैं, പക്ഷെ ഏത് അനുഗ്രഹമാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ
പ്രാർത്ഥിക്കാറുണ്ടോ? परंतु कौन सा अनुग्रह चाहिए करके हम प्रार्थना करते हैं? യാക്കോബിന്റെ പ്രാർത്ഥനയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. याकूब का प्रार्थना से ध्यान दीजिए। യാക്കോബ് പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. याकूब कहता है तू मुझे अनुग्रह करे बिना तुमको नहीं छोड़ूंगा। ഞാൻ യാക്കോബോട് ചോദിച്ചു, യാക്കോബ് നിനക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? मैंने याकूब पूछा तुम्हें कौन सा अनुग्रह चाहिए? പണമാണോ, पैसे है क्या? സമ്പത്താണോ, जो है संपत्ति है क्या? ആടുമാടുകളാണോ? भेड़ बकरी है क्या? ആമേൻ. യാക്കോബിന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാമെങ്കിൽ अगर याकूब का जो है अगर जीवन को हम परखेंगे तो ഇവിടെ 13-ാം വാക്യം മുതൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ अगर उसका 13 आयत से हम अगर देखेंगे तो അവൻ വലിയൊരു ധനവാനാണ്. ആടുമാടുകൾ സമ്പത്തെല്ലാം അവനുണ്ട്. वो बहुत बड़े धनवान है, उनको बहुत सारे भेड़ बकरियां हैं। പ്രൈസ് ദി ലോർഡ്. അവനിപ്പോ തന്റെ സഹോദരന് വേണ്ടി വേർതിരിച്ചിട്ടുള്ള അനുഗ്രഹത്തിന്റെ ഒരു ലിസ്റ്റ് 13 മുതൽ 17 വരെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. उन्होंने अपने भाइयों के लिए जो अनुग्रह का जो अलग से बना के रखा एक जो लिस्ट है वो उसके हम 13 से लेके हम पढ़ेंगे तो पता चलता है അതെല്ലാം അവന് ലഭിച്ച അനുഗ്രഹമാണ്. वो सब उनको मिला हुआ अनुग्रह है। അവന് എന്താ ഉണ്ടായിരുന്നത്? क्या था उनके? അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 10वां आयत पढ़ते हैं। ഉൽപ്പത്തി 32-ന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ അവിടെ യാക്കോബിന്റെ ഉണ്ടായിരുന്ന അവസ്ഥയെ കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. उत्पत्ति की അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. उत्पत्ति किताब उसका 32:10 में लिखा है, तूने जो जो काम अपनी करुणा और सच्चाई से अपने दास के साथ किया है कि मैं जो अपनी छड़ी ही लेकर इस यरदान नदी के पार उतर आया, सो अब मेरे 2 दल हो गए हैं। तेरे ऐसे ऐसे कामों से मैं एक भी योग्य नहीं हूँ। പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വന്നത് ഒരു വടിയോടുകൂടെയാ. सोच के देखिए, आया हुआ एक छड़ी के साथ है, എന്നാൽ ഇപ്പോ 2 കൂട്ടമായി മാറിയിരിക്കും. परंतु अभी 2 जुन हो गए हैं। ഇത് എവിടെന്നാ കിട്ടിയത്? कहाँ से मिला है? ദൈവം അവനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. परमेश्वर ने उनका अनुग्रह करके वायदा किया था कि ഒന്ന് പിന്നിലോട്ട് തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. जरा पीछे मुड़कर हम हमारी जिंदगी को जरा परख के देखते हैं। ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ എന്താ ഉണ്ടായിരുന്നേ? परमेश्वर के चरणों में आने के समय क्या था? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ അത് വിട്ടു ഇത് വിട്ടു, അങ്ങനെ എനിക്ക് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്ന്. कई लोग ऐसा बोलते हुए सुना है, मेरे पास ये था वो था, मैंने इसको छोड़ा उसको छोड़ा करके। ഈ ലോകത്തിൽ എനിക്ക് ധനപരം എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നു, ഞാൻ അതെല്ലാം വിട്ടാ വന്നത്. दुनिया में बहुत संपत्ति था लेकिन मैंने वो सब छोड़ कर आया हूँ। എനിക്ക് അനേക ദൈവങ്ങൾ ഉണ്ടായിരുന്നു, അവയെ വിട്ടാ ഞാൻ വന്നത്. बहुत सारे ईश्वर थे लेकिन उनको भी छोड़ के आया। ഈ പലതും വിട്ടു വന്നെന്ന് പറയുമ്പോൾ ഇപ്പൊ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണോ? तो अगर बहुत कुछ छोड़ के आए बोलने का मतलब अभी कुछ नहीं है क्या? ആമേൻ. ഒരു വടിയുമായി വന്നവൻ ഇപ്പൊ 2 കൂട്ടമായി തീർന്നു. एक छड़ी से आया हुआ अभी 2 दल करके दल हो गया है। അവൻ പറയുക, ഞാൻ വെറും ഒരു വടിയുമായിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത്. कहता है कि मैं सिर्फ एक छड़ी के साथ आया था। ദൈവസന്നിധിയിൽ വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. परमेश्वर के चरणों में आने के समय कुछ नहीं था। മോശയോട് ചോദിച്ചാൽ മോശ പറയും, ഞാനൊരു വടിയുമായി നിൽക്കുമ്പോഴാണ് ദൈവം എന്റെ മുൻപ് വന്നത്. मूसा को पूछेगा तो मूसा कहेगा मैं एक छड़ी से रुकने के समय परमेश्वर के चरणों में बुलाया था। അവന്റെ കയ്യിൽ വേറെ ഒന്നുമില്ലായിരുന്നു. उनके हाथ में कुछ नहीं था। അവനോട് ദൈവം ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു വടി മാത്രമുണ്ട്. उनको उस समय कहा कि उनके पास सिर्फ एक छड़ी था ആ വടി മതിയായിരുന്നു ആമേൻ മോശയ്ക്ക് മുന്നേറുവാൻ. और वो छड़ी काफी था मूसा को आगे बढ़ने। അവന്റെ കയ്യിലുള്ളതെല്ലാം അവൻ നിലത്തിട്ടപ്പോൾ അവന് ആമേൻ പുതുതൊന്ന് ലഭിക്കാൻ ഇടയായി. वो अपने हाथ में जो कुछ था उसको डाल दिया तो उसको नया मिल गया। ഉണ്ടായിരുന്നത് മൊത്തം അവൻ സമർപ്പിച്ചപ്പോൾ അവന് ആമേൻ നിയോഗം ലഭിക്കാൻ ഇടയായി. जो कुछ भी हाथ में था जो भी समर्पण करने के समय उसे वो योग्यता मिला। നമ്മുടെ ജീവിതത്തിലും ദൈവ സന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് ദൈവം നമുക്കൊരു പുതിയ നിയോഗം നൽകുന്നത്. हमारे जीवन में भी जब भी हम जब सब कुछ समर्पण करते तो हमारे जीवन में एक नया होता है। യാക്കോബ് പറയുന്നു, ഞാനൊരു വടിയുമായിട്ടാണ് വന്നത്. याकूब कहता है कि मैं एक छड़ी के साथ आया। ഇന്ന് 2 കൂട്ടമായി തിരിയത്തക്കവണ്ണം നീ എന്നെ അനുഗ്രഹിച്ചു. आज 2 दल बनने के जैसा जो है उतना अनुग्रह किया है। ഇതൊന്നിനും ഞാൻ യോഗ്യനല്ല. ये किसी के लिए मैं योग्य नहीं हूँ। ആമേൻ. ഇതൊന്നും പ്രാപിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ये कुछ भी प्राप्त करने के लिए मैं योग्य नहीं हूँ। ഇതെല്ലാം എനിക്ക് ദൈവം തന്നതാണെന്നുള്ള ഒരു ഉറപ്പ് അവനുണ്ടായിരുന്നു. ये सब परमेश्वर दिया है करके एक निश्चय उनको था। പിന്നെ അവൻ എന്തിനാ പറയുന്നത്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ വിടത്തില്ല. तो फिर वो क्यों कहता है कि मुझे अनुग्रह करे बिना नहीं छोड़ूंगा? ആമേൻ. നമ്മളും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. हम भी अनुग्रह के लिए प्रार्थना करते हैं। നമ്മുടെ പ്രാർത്ഥന മിക്കവാറും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ്. हमारी प्रार्थना में जो है हमारे कुटुंब के लिए हमारे चीजों के लिए होता है। അതിന് നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. उसके लिए उपवास करते, प्रार्थना करते, बहुत सारे काम करते हैं। നമ്മുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയൊക്കെ ലക്ഷ്യം എന്താണ്?
हमारे उपवास के लिए प्रार्थना का सब लक्ष्य क्या है? ആമേൻ. എന്നാൽ ഇവിടെ യാക്കോബിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. परंतु यहाँ पे याकूब के प्रार्थना के लिए अलग है। അവൻ ഈ ലോകപരമായ ഒരു നന്മയ്ക്ക് വേണ്ടിയല്ല അവൻ പ്രാർത്ഥിക്കുന്നത്. वो जो है दुनिया के जो है भलाई के नहीं प्रार्थना कर रहा है। ആമേൻ. അവന്റെ ജീവിതത്തിൽ നേടുവാനുള്ളതെല്ലാം അവൻ നേടി. वो अपने जो है जीवन में प्राप्त करने का सब प्राप्त किया है। ഇപ്പോ ഇത് ഒരു വലിയൊരു കൂട്ടവുമായി വലിയൊരു സമ്പത്തുമായി ഇത് മടങ്ങി വരികയാണ്. वो अभी एक बड़ा एक झुंड के साथ एक बड़ा एक संपत्ति के साथ वापस आ रहा है। അവന്റെ മടക്ക യാത്രയിൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭയം അവനെ ഭരിക്കുന്നുണ്ട്. वो वापस आने के समय उनके जीवन में एक बड़ा एक भय है, उससे वो प्रार्थना कर रहे हैं। ഇവിടം വിട്ട് പോയപ്പോഴുള്ള ഭയമല്ല, അതിനേക്കാളും വലിയൊരു ഭയം. इधर से जाने के समय जो भय था वो नहीं, लेकिन उससे भी बड़ा एक भय। അവന്റെ വീട് വിട്ടു പോകുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാൻ അവന്റെ അമ്മയുണ്ടായിരുന്നു. उनका घर छोड़ जाने के समय उनको आश्वास देने के लिए उनकी माता थी। അവന്റെ അമ്മയാണ് ആ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിച്ച് അവനെ പറഞ്ഞു വിടുന്നത്. उनकी माता जो है वो वे है जो इतना बड़ा जो विपत्ति से उनको बचाया है। അവന്റെ അമ്മയാണ് അവനെ ആ കുഴിയിലേക്ക് ചാടിച്ചത് തന്നെ. उनकी माता है जो इतना बड़ा खड्डे में उनको गिराया भी। അവനോട് പറഞ്ഞത് അവന് കൊടുത്ത ഐഡിയ എല്ലാം അവന്റെ അമ്മയുടെ ഐഡിയ ആയിരുന്നു. उनको जो दिया वो आइडिया सब उनकी माँ की आइडिया थी। അമ്മ അവനോട് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും നശിക്കാതിരിക്കേണ്ടതിന്, ഒരു ദിവസം മരിക്കാതിരിക്കേണ്ടതിന് നീ ഇവിടെ വിട്ടു പൊയ്ക്കോ. उसकी माँ ने ऐसा कहा कि तुम दोनों जन एक ही दिन नाश नहीं होने के लिए तुम चले जाओ। പക്ഷെ ആ അമ്മ അവനെ പറഞ്ഞു വിട്ടിട്ട് പിന്നീട് അവനെ കാണുവാൻ ഇടയായിട്ടില്ല. उनकी माँ जो है वो उनको ऐसा छोड़ा, लेकिन उनकी माँ अभी वो बातें नहीं देख पाई। ആ കാരണം പ്രൈസലോട് ആ അമ്മയാണ് അവനെ പറഞ്ഞു വിട്ടത്. തിരികെ വന്ന് കണ്ടുമുട്ടി സന്തോഷിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചില്ല. उनकी माँ है जो उसके ऐसा करने की वजह से वापस से आके उनको देखने नहीं मिला। അവൻ ഇവിടെ പ്രൈസലോട് അങ്ങനെ ഓടിപ്പോയ യാക്കോബ്, तो ऐसा जो याकूब जो ऐसा चला भाग गया याकूब। നമുക്കറിയാം അവന്റെ വഴി മധ്യേ അവന്റെ ജീവിതത്തിൽ വലിയൊരു ഇരുട്ട് വന്നു. हमें पता है उनके रास्ते में एक बहुत बड़ा अंधकार हुआ। ആ ഇരുട്ട് അവനെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതല്ലായിരുന്നു. और वो जो है अंधकार जो उनको डराने के नहीं था, അത് ദൈവവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിന് വേണ്ടിയുള്ള ഒരു ഇരുട്ടായിരുന്നു. वो परमेश्वर के साथ एक जो है परमेश्वर एक सामना करने का एक समय था। ഇന്ന് പകൽക്കാലം എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, आज सुबह मुझे सुनने वाले भाई बहन, നമ്മുടെ ജീവിതത്തിലും ചില ഇരുട്ടുകൾ കടന്നു വരാറുണ്ട്. हमारे जीवन में भी कई सारे अंधकार के अवस्था आते हैं। ആ ഇരുട്ട് നമ്മെ ഭീതിപ്പെടുത്തുവാനോ ഭയപ്പെടുത്തുവാനോ നശിപ്പിക്കുവാനുള്ളതല്ല. और वो अंधकार की अवस्था हमें डराने के लिए नाश करने के लिए नहीं है। ആ ഇരുട്ട് ദൈവവുമായിട്ടുള്ള ഒരു ഇടപെടലിന് വേണ്ടിയാ. अंधकार जो परमेश्वर के साथ एक सामना करने के लिए है। ഒരു ദൈവവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിന്, ദൈവവുമായിട്ടുള്ള ചില കാര്യങ്ങളെ സംസാരിക്കാൻ വേണ്ടിയുള്ളതാണ്. परमेश्वर के साथ एक सामना, परमेश्वर के साथ एक बात उसके लिए है। അത് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. वो परमेश्वर के चरण में बैठने के लिए है। ദൈവത്തിന് ചില നിയോഗങ്ങൾ പ്രാപിക്കാനുള്ളതാണ്. उनसे कुछ जो है अनुग्रह प्राप्त करने के लिए। ആമേൻ. ആ ഇരുട്ടിന്റെ അനുഭവം കടന്നു വരുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട. तो ऐसा वो जो अंधकार का ऐसा अवस्था से हमें डरना नहीं है। ആമേൻ. ആ ഇരുട്ട് നമ്മെ ദൈവവുമായിട്ട് അടുപ്പിക്കുവാനുള്ളതാണ്. वो जो रात है या अंधकार है परमेश्वर के साथ हमें एक साथ कर देता ആ है। വേദന, ആ ഭാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മെ ദൈവവുമായിട്ട് അടുപ്പിക്കുവാനാണ്. वो दर्द या बोझ जो है वो आता है ताकि हम परमेश्वर के चरणों में एक हो सके। ആമേൻ. അതുകൊണ്ട് ആ ഇരുട്ടിനെ കണ്ടപ്പോൾ നാം ഭയപ്പെടേണ്ട. इसीलिए हमें उस अंधकार को देख के डरना नहीं है। ആ ഇരുട്ടിന്റെ മധ്യ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമെങ്കിൽ, वो अंधकार के बीच में भी अगर परमेश्वर के चरणों में देने के तैयार हो, യാക്കോബ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ കഴിയും, तो याकूब बोले ऐसा हम भी बोल सकते हैं, ആമേൻ, ആ ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാനോ അതറിഞ്ഞില്ല. ये परमेश्वर मेरे साथ है लेकिन मैं समझा नहीं। ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം എന്റെ കൂടെ തന്നെ ആ ദൈവമുണ്ട്. मैं जाने वाले हर रास्ते में मेरे साथ है परमेश्वर। എന്റെ ഓരോ ആവശ്യങ്ങളും അറിയുന്ന ദൈവം, मेरे हर एक आवश्यक को जानने वाला എന്റെ परमेश्वर, കാര്യങ്ങളെ നിറവേറ്റുന്ന ദൈവം, मेरे कामों को जो पूरा करने वाला ആ परमेश्वर। ദൈവം ഇവിടെയുണ്ട്. परमेश्वर अभी यहाँ पर है, പക്ഷെ എനിക്കത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. परंतु मैं जैसे पहचान नहीं पाया। യാക്കോബിനോട് ചോദിച്ച എന്തുകൊണ്ട് നീ തിരിച്ചറിഞ്ഞില്ല? याकूब पूछे देखो क्यों तुम नहीं पहचान पाए। ആമേൻ. അവന് മനസ്സിലായി ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇതാ പോവുകയാണ്. वो समझता है कि मैं एक बहुत बड़ा गलती करके जा रहा हूँ। അവന്റെ ഉള്ളിൽ വലിയൊരു ഭയമുണ്ട്. उनके मन में एक बहुत बड़ा भय है। ആമേൻ. ഞാൻ എന്റെ സഹോദരനെ ഞാൻ ദോഷം ചെയ്തു. मैं मेरे भाई के विरोध किया है, എന്റെ അപ്പനെ ഞാൻ പറ്റിച്ചു. मैं मेरे जो है पिता के विरोध किया है, ആമേൻ. എന്നിട്ട് ഞാനിതാ ഓടുന്ന ഓട്ടമാ. लेकिन मैं अभी जो है भाग रहा हूँ। ഇനി പോകുന്ന വഴിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. अभी जो जाने वाले रास्ते में क्या होने वाला नहीं पता है। അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ ഇരുട്ട് इसलिए मेरे जिंदगी में आने वाला ये जो अंधकार है, അവനെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥ, उनको जो है डर देने का अवस्था, അത് പകുതി വഴിയിൽ തന്നെ അവൻ നേരിടാനിടയായി. वो जो आधे रास्ते में वो उनका सामना किया। ആ പകുതി വഴിയിൽ അവൻ നേരിടുമ്പോൾ वो आधे रास्ते में सामना करने के समय ഇതാ
ദൈവം അവന്റെ മധ്യ ഇറങ്ങി വരികയാണ്. देखो परमेश्वर के बीच में उतर कर आ रहे हैं, ദൈവം അവനോട് സംസാരിക്കുക. परमेश्वर उनसे जो बात कर रहे हैं, അവന്റെ ഭയപ്പാട് മാറ്റി उनके भय को അവനെ हटाकर ബലപ്പെടുത്തി उनको बल देकर നിന്നെ ഞാൻ മടക്കി കൊണ്ടുവരുമെന്നുള്ള വാഗ്ദത്തം കൊടുത്തു. तुम्हें जो वापस लेके आओ करके जो एक वायदा दिया, അതാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. वो है याकूब ने यहाँ पे कहा, നീ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. तूने जो भी जो अवस्था किया है और जैसा वो रहा है, जितना वो धीन रहा है, वो कामों से एक भी योग्य तो नहीं है। ആമേൻ. എന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയ്ക്കും ഞാൻ യോഗ്യനല്ല. उन्होंने जो जीवन में किया कोई भी जो है भलाई के लिए योग्य नहीं है। നമ്മൾ പലപ്പോഴും അത് പാട്ടിൽ മാത്രമേ പറയാറുള്ളൂ. तो कई बार हम बस वो गीत में बोलते हैं, യഥാർത്ഥമായിട്ട് നമ്മെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പറ്റുന്നുണ്ടോ? लेकिन क्या असल में हम परमेश्वर के चरणों में उसे समर्पण कर पाते हैं क्या? ആമേൻ. എന്നാൽ ദൈവത്തിന്റെ പ്രൈസലോട് അത്യന്ത സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. लेकिन हम वो परमेश्वर का प्रेम को जो है अनुभव कर सकते हैं। ആമേൻ. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയും. परमेश्वर के जो है प्रेम का गहराई को हम समझ सकते നമ്മെ हैं। ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ हम अपने आप को जो परमेश्वर के हाथों में समर्पण करते അത് हैं, യാക്കോബിന്റെ ജീവിതത്തിൽ വന്ന ആ കൂരിരുളിന്റെ താഴ്വര वो याकूब की जिंदगी में आने वाला वो जो गहराई है, घोर तराई, ആമേൻ. ആ അന്ധകാരത്തിൽ കൂടെ അവൻ കടന്നു പോകുമ്പോൾ और उस अंधकार से वो जाने के समय ദൈവത്തിന്റെ സാന്നിധ്യം അവൻ അനുഭവിക്കാനിടയായി. परमेश्वर का जो है चरण जो है वो महसूस होता है। ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും ആ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ മധ്യേ और हमारी जिंदगी में जो आने वाला कई सारे मुश्किल के बीच में भी ആമേൻ ആ ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടണം. वो परमेश्वर से हमें मिलना है, ആ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കണം. परमेश्वर का प्रेम को हम समझना है, അപ്പോഴാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. और तब परमेश्वर हमें समझते हैं। ആമേൻ. യാക്കോബിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും. याकूब कहा है कि मैं तुम्हें वापस लेकर आऊंगा, അതുകൊണ്ടാണ് അവൻ വടിയുമായി പോയി और इसीलिए वो जो छड़ी के साथ गया രണ്ട് കൂട്ടമായി ഇതാ മടങ്ങി വരിക. और दो दल होकर वापस आए। ഇപ്പോൾ അവന്റെ പേടി എന്തെന്ന് ചോദിച്ചാൽ, और अब इसका डर क्या है पूछेगा तो, അവൻ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ, अनुग्रह की प्रार्थना क्या क्या करके पूछेंगे तो, എന്റെ സഹോദരനെ ഏശാവിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണം. मेरे जो भाई जो एशाव के जो है हाथ से बचाना है। കാരണം രണ്ട് പ്രാവശ്യം ഞാൻ അവന്റെ അനുഗ്രഹത്തെ തട്ടിയെടുത്തതാണ്. क्योंकि 2 बार मैं उसके अनुग्रह से ले लिया है, അവന് ലഭിക്കാനുള്ള നന്മ രണ്ട് പ്രാവശ്യം ഞാൻ തട്ടിയെടുത്തതാണ്. उनको जो मिलना था वो अनुग्रह जो है वो मैंने 2 बार ले लिया। മറ്റൊരു വ്യക്തിയുടെ നന്മ കവർന്നെടുത്താൽ എപ്പോഴും ഒരു ഭയമുണ്ടാവും. दूसरे व्यक्ति का अगर जो है अनुग्रह को ऐसे लूट के लेगा तो एक डर रहेगा। മറ്റൊരു വ്യക്തിക്ക് വിരുദ്ധമായി തെറ്റ് ചെയ്താൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തിക്ക് ഹൃദയത്തിൽ കുത്തുകൊടുക്കും. दूसरे व्यक्ति के विरुद्ध कुछ अगर करते हैं तो जो पवित्र आत्मा पाया व्यक्ति को वो दर्द देगा। അഭിഷേകം പ്രാപിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ആമേൻ എന്ത് ചെറിയ തെറ്റ് വന്നാലും അവന്റെ ഹൃദയത്തിൽ കുറ്റബോധം ഉണ്ടാവും. अभिषेक पाया जो व्यक्ति है उनके जीवन में कुछ भी अगर होता है तो उसको जो है उसके लिए जो मन में ऐसा पश्चाताप ऐसा लगेगा। ഇപ്പോൾ യാക്കോബിന്റെ ഹൃദയത്തിൽ വലിയൊരു പശ്ചാത്താപമുണ്ട്. याकूब के हृदय में एक बड़ा पश्चाताप है, ആമേ വലിയൊരു വേദനയുണ്ട്. एक बड़ा एक दुख है। ഞാൻ എന്റെ സഹോദരനെ ആമേ പറ്റിച്ചിട്ടാണ് ഓടിയത്. मैं मेरे जो भाई को धोखा देकर गया, ആമേ എന്റെ സഹോദരന്റെ നന്മയെ കവർന്നുകൊണ്ടാണ് ഞാൻ ഓടിയത്. मैं मेरे भाई के भलाई को लेकर गया, ഇപ്പോൾ ആ സഹോദരൻ എനിക്ക് വിരോധമായി കടന്നു വരുന്നുണ്ട്. तो अभी वो भाई मेरे विरोध आने वाला है। ആമേൻ. ആ സഹോദരൻ കടന്നു വരുന്നത് അറിഞ്ഞിട്ട് वो भाई विरोध में आने वाले जानकर ആമേൻ അവൻ ദൈവത്തോട് പറയുന്നത്, परमेश्वर कहता है എന്റെ സഹോദരന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണം. मेरे भाई के हाथ से मुझे बचाना। ആമേൻ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അവൻ പറയുന്നത്, പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. और वो कहता भी है कि मैं डरता हूँ कि वो जो है आकर मुझे और मेरे माँ समेत लड़कों को भी मार डालेगा। ആ 11ാം വാക്യത്തിൽ അവൻ പറയുന്നു, ഞാൻ വളരെ ഭയപ്പെടുന്നു. 11वां आयत में कहता है कि मैं बहुत डरता हूँ, ആ എന്നെ മാത്രമല്ല സകലത്തെയും അവൻ നശിപ്പിക്കും. तो मुझे ही नहीं वो सब कुछ को नाश कर देगा। ആമേൻ. പ്രൈസ് ദി ലോർഡ്. മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും. बच्चों के साथ साथ जो है माँ को भी नाश कर देगा। അങ്ങനെ ഒരു ഭയം അവനെ ഭരിക്കുമ്പോൾ वैसा एक भय आने के समय അവൻ ദൈവത്തോട് പറയുന്നു, ആമേൻ നീയോ ആമേൻ ഞാൻ നിന്നോട് നന്മ ചെയ്യുമെന്നും എന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് വർദ്ധിപ്പിക്കുമെന്നും നീ എനിക്ക് എന്നോട് വാക്ക് പറഞ്ഞ ദൈവമാണ്. वो कहता है कि परमेश्वर जो है आपने मुझे वायदा किया है कि मुझे बरकत देंगे करके। ആമേൻ. നീ എന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് വാക്ക് തന്നു. तो मुझे बहुतायत से गिन नहीं सकते उतना अनुग्रह करेगा करके जो वायदा किया है। ആമേൻ. അതുകൊണ്ട് ആ രാത്രി തന്നെ അവൻ അവിടെ ഇരുന്ന് ഒരു കാര്യം ഒപ്പിച്ചു. इसीलिए वो रात को ही वहां पे बैठ के उन्हें कार्य किया। തന്റെ സഹോദരൻ കടന്നു വരുന്നുവെന്ന് അറിഞ്ഞിട്ട്, उनका जो भाई आ रहे हैं करके जानकर, കാരണം തന്റെ സഹോദരൻ വരുന്നത് ഒറ്റയ്ക്കല്ല,
क्योंकि उनका भाई जो आ रहा है वो अकेला नहीं है। ആമേൻ പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ നേരിടാൻ യേശാവ് വരുന്നത് याकूब के विरोध होने के लिए एसाव आ रहा है, ആമേൻ ഒറ്റയ്ക്കല്ല വരുന്നത്. अकेला नहीं आ रहा है, അവനിതാ ഒരു കൂട്ടവുമായിട്ടാ വരുന്നത്. एक बड़ा झुंड के साथ आ रहे हैं। ആമേൻ യാക്കോബിന്റെ ദൂതന്മാർ വന്ന് യാക്കോബിനോട് പറയുക, याकूब जो है वो दूध आके बोल रहा है, അല്ലയോ യാക്കോബെ, നിന്റെ സഹോദരൻ ഇതാ വരുന്നുണ്ട്. याकूब तुम्हारा जो है भाई आने वाला है, അവൻ ഒറ്റയ്ക്കല്ല വരുന്നത്, क्या नहीं है, 400 ആൾക്കാരുമായിട്ടാ വരുന്നത്. 400 लोग हैं। ഭയക്കാതിരിക്കുമോ? क्या डरने का नहीं, ആമേ സന്തോഷം ഉണ്ടാകുമോ? क्या खुशी होगा। അന്ന് ഞാൻ സഹോദരനെ ആമേ ധോക്ക കൊടുത്തിട്ട് ഓടിയതാ. मैं अपने भाई को धोखा देके भागा है, ഇപ്പൊ സഹോദരൻ വരുന്നത് 400 ആൾക്കാരുമായിട്ടാ വരുന്നത്. अभी भाई जो है 400 लोग से आ रहे हैं। ഒറ്റയ്ക്ക് വന്നെങ്കിൽ എങ്ങനെ നേരിടാമായിരുന്നു? जो है अकेला आएगा तो हम जो सामना कर सकते हैं, 1-2 പേര് കൂടെ വന്നെങ്കിൽ നമുക്ക് എങ്ങനെ നേരിടാമായിരുന്നു? एक या 2 दिन आएंगे तो भी हम सामना कर सकते हैं, കാരണം യാക്കോബിന് ഇവിടെ വലിയൊരു കൂട്ടമുണ്ട്. क्योंकि याकूब को जो एक बड़ा झुंड है। യാക്കോബ് നോക്കിയപ്പോൾ याकूब देखा तो യേശാവ് വരുന്നത് 400 ആൾക്കാരുമായിട്ട്. एसाव जो है 400 लोग से आ रहा है, അതെന്നെ സ്നേഹിക്കാൻ വേണ്ടി വരുന്നതല്ല. मुझे प्रेम करने नहीं आ रहे हैं, എന്റെ അവസ്ഥകൾ കണ്ടിട്ട് മനസ്സലി ഉണ്ടായി വരുന്നതല്ല. या फिर मेरे अवसर को देख के जो है उनको जो दुख नहीं आ रहा, ऐसा नहीं है, എന്നോട് ക്ഷമിക്കാൻ വരുന്നതല്ല. मुझे क्षमा दे रहे, ऐसा नहीं है। ഇത്രയും ആൾക്കാരുമായി വരുന്നെങ്കിൽ അതൊരു യുദ്ധത്തിന് വേണ്ടി തന്നെ. इतने लोग से अगर आ रहे हैं तो वो युद्ध के लिए होगा, കാരണം ഞാൻ ഇപ്പൊ വന്ന് അവന്റെ വസ്തുക്കൾ കൂടെ അപഹരിക്കുമെന്ന് ചിലപ്പോൾ അവൻ പേടിക്കും. क्योंकि मैं जो है वो आकर जो उनके वस्तु वो ले ले करके एक डर है। യേശാവിന് ആ പേടി ഉണ്ടാകുമെന്ന് യാക്കോബ് ചിന്തിക്കുക. एसाव को वैसा एक डर है करके याकूब सोचता है। പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. आज कई लोग ऐसे हैं, നമുക്കറിയാം യേശു നമ്മോട് പറഞ്ഞ കഥയിലുള്ള വിഷയം നമുക്കറിയാം. हमें पता है यीशु मसीह जो हमें कथा जो कहानी बताया उसमें भी ऐसे है। രണ്ടാമത്തെ മകൻ വന്നപ്പോൾ മൂത്ത മകന് വലിയ പ്രയാസമായി. दृष्टांत में भी जब दूसरा बेटा आने के समय बड़ा बेटा को दुख होता है, കാരണം ഇനി എന്റെ സമ്പത്ത് കൂടെ ഇനി അനുജനെടുത്ത് കൊടുക്കുമെന്നുള്ളൊരു പേടി. क्योंकि अब मेरा संपत्ति भी जो है वो जो है भाई को दे करके एक डर है। അവന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തതാ, उनको देने का सब दे दिया था, ഇനി ബാക്കിയുള്ളതെല്ലാം എന്റെതാ, अभी बाकी जो बच्चा सब मेरा है। അതും കൂടെ പോകുമെന്നുള്ള ഒരു പേടി അവന്റെ ജീവിതത്തിൽ വന്നു. परंतु वो ऐसा एक डर है कि वो भी चले जाएगा करके। അപ്പൊ യാക്കോബ് ചിന്തിക്കുന്നത്, याकूब सोचता है എന്റെ സഹോദരനും ആ പേടി ഉണ്ടായിരിക്കും, मेरे भाई को भी वैसा डर है, അവന്റെ വസ്തുവെല്ലാം ഞാൻ അപഹരിക്കും എന്നുള്ള പേടി അവന് കാണും. उनका जगह सब मैं जो है ले लिया करके, അതുകൊണ്ട് അവൻ യുദ്ധത്തിനായി വരുന്നതാണ്. इसलिए वो युद्ध के लिए आ रहा है। ആ ഭയപ്പാടിലാണ് ഇപ്പൊ യാക്കോബ് ഇരിക്കുന്നത്. वो डर में अभी याकूब है। 400 പേരുമായി കടന്നു വരുമ്പോൾ 400 लोग से आने के समय എനിക്ക് അവനോട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. मैं उनसे युद्ध नहीं कर सकता हूँ, കാരണം എന്റെ കൂടെ ഉള്ളത് क्योंकि मेरे साथ जो है പ്രൈസലോട് അവനോട് പറയാ തള്ളയും കുട്ടിയും എല്ലാം ഉണ്ട് वो जो है बोलते हैं कि वो जो माँ और बच्चे सब लोग हैं। എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യമാരുണ്ട്, मतलब उनकी पत्नियां हैं, അവന്റെ മക്കളുണ്ട്, उनके बच्चे हैं, അവന്റെ ദാസിമാരുണ്ട്, दासियां हैं, ആടുമാടുകൾ സമ്പത്തുകളുണ്ട്. भेड़ बकरी संपत्ति है, അത് ഒത്തിരി അധികമായിട്ടുള്ളത് കൊണ്ട് उससे बहुत है, इसीलिए അവന് ഒരു ഭയം പ്രൈസലോട് ഇതെല്ലാത്തെയും ഇപ്പോ യേശാവ് നശിപ്പിക്കുമെന്ന്. उनको एक डर है कि एसाव ये सब नाश करेगा करके। എല്ലാത്തെയും നശിപ്പിക്കുമെന്നുള്ള ഒരു പേടി വന്നപ്പോഴാണ് അവൻ ദൈവസന്നിധിയിൽ ഇരുന്നത്. तो सब कुछ नाश करेगा करके डर होने के समय उन्हें परिचय के चरण में। ഇന്നും പലപ്പോഴും പലരും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് പേടിച്ചിട്ടാ. आज ही परिचय के चरण में बहुत सारे जन डर की वजह से है। ആരെ പേടിക്കുന്നറിയാമോ? इसे डरते पता है, പിശാചിനെ പേടി, शैतान से डरते, ദൈവത്തെ പേടിയില്ല. परमेश्वर डरते नहीं है, പിശാചിനെ പേടിയാ, शैतान से डरते हैं, ചുറ്റുപാടുകളെ പേടിയാ, आजू बाजू के डरते हैं। പലതിനെയും പേടിച്ചിട്ടാ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. बहुत चीजों को डर के जो है परिचय के चरण में आके बैठते हैं। ദൈവസന്നിധിയിൽ പേടിച്ചിട്ടല്ല ഇരിക്കേണ്ടത്. परिचय के चरण में डर के आगे नहीं बैठना है, ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്. परिचय के चरण में बैठना है परमेश्वर ने किया हुआ अनुग्रह को याद करके। ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. परमेश्वर ने जो हमको दिया कुछ भलाई को याद करके बैठना है। ഭയപ്പാടെല്ലാം മാറിപ്പോണമെങ്കിൽ अगर डर सब दूर होना है तो യോഹന്നാൻ പറയുന്നു, यूहन्ना कहता है ദൈവത്തിന്റെ ആ തികഞ്ഞ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. परमेश्वर का भरा हुआ प्रेम हमारे अंदर होना चाहिए। ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ अगर जो है मन में अगर प्रेम भर जाता है, ഭയം നമ്മെ വിട്ട് ഓടിപ്പോകും. जो भय है वो दूर हो जाता है, തികഞ്ഞ സ്നേഹം क्योंकि भरा हुआ प्रेम ഭയത്തെ പുറത്താക്കും. डर को दूर करता है। ഇപ്പൊ സ്നേഹമെല്ലാം പോയി. अभी प्रेम सब गया, പണ്ടുണ്ടായിരുന്ന സ്നേഹമെല്ലാം പോയി. पहला था प्रेम सब चला गया, ആ സ്നേഹം നഷ്ടപ്പെട്ട് ഇപ്പൊ ഭയം നിറഞ്ഞു. वो अभी प्रेम चला गया, इसलिए जो है भय भर गया, കാരണം ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള ബോധം വന്നു. क्योंकि जो किया हुआ जो गलती की वजह से पता चला। ഇപ്പോഴാണ് യാക്കോബിന് വലിയൊരു പശ്ചാത്താപം വന്നത്. अभी याकूब को बहुत बड़ा पश्चाताप हुआ, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാ, मैंने जो किया वो सब गलत था, അതുകൊണ്ട് അതിന്റെ എതിരായിട്ടാണ് ഇപ്പം വരുന്നത്. इसीलिए उसके विरोध में अभी आ रहा है। ഞാൻ ചെയ്ത തെറ്റിനുള്ള പ്രതിഫലമായി ഇപ്പൊ ലഭിക്കാൻ പോകുന്നത്. मैंने जो किया हुआ गलती का जो प्रतिफल मिल रहा है। നമ്മൾ 13-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 13 जाने के समय അന്ന് രാത്രി അവൻ അവിടെ തന്നെ പാർത്തു തന്റെ പക്കൽ ഉള്ളതിൽ തന്റെ സഹോദരൻ ഏശാവിന് സമ്മാനമായിട്ട് ചിലത് മാറ്റുക.
और उसने 13 आयत में लिखा है, और उसने उस दिन की रात वही बिताई और जो कुछ उसके पास था उसमें से अपने भाई एसाव के बेट के लिए छाट छाट कर निकाला। ഏത് രാത്രി എന്നറിയാമോ? किस रात पता है? സഹോദരൻ കടന്നു വരുന്നു എന്ന് അറിഞ്ഞ രാത്രി. भाई आने वाले रात को। അവന്റെ സഹോദരൻ അവനെതിരായിട്ട് 400 ആളുമായി വരുന്നു എന്ന് അറിഞ്ഞ രാത്രി. उनका भाई जो है उनके विरुद्ध जो 400 लोगों के साथ आ रहे हैं करके वो सुनने के बाद അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോ യാക്കോബിന്റെ ഹൃദയത്തിൽ വലിയൊരു യുദ്ധം നടക്കുക. इसलिए मैंने कहा कि अभी याकूब के जो हृदय में ही बहुत बड़ा युद्ध चल रहा है। എന്റെ സഹോദരനെ എങ്ങനെ സന്തോഷിപ്പിക്കാം, मेरे भाई को ऐसे खुश कर सकते हैं, എന്റെ സഹോദരന്റെ കോപത്തെ എങ്ങനെ ശമിപ്പിക്കാൻ मेरे കഴിയും, भाई का जो गुस्सा है उसे कैसे कम करूं। അവന്റെ കോപം ശമിപ്പിക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കും. उसका गुस्सा कम करना है तो उनको कुछ उनको देना पड़ेगा भाई। പ്രൈസലോട് കോപം ശമിപ്പിക്കുവാൻ സമ്മാനം കൊടുക്കുക. वो जो है गुस्सा कम करने के लिए भेंट देना पड़ेगा, കാരണം അധികാരികളുടെ കോപം ശമിപ്പിക്കണമെങ്കിൽ ചില സമ്മാനങ്ങൾ മതിയാവും. क्योंकि जो अधिकारी का भी जो कोप अगर ये गुस्सा कम करे तो कुछ भेंट देना पड़ेगा। കോപത്തെ ശമിപ്പിക്കാൻ സമ്മാനം നല്ലതാണ്. और ये जो है भेंट देने से वो कम होता है। യാക്കോബിനെ നമുക്കറിയാം എപ്പോഴും നല്ല ഉപായം പ്രയോഗിക്കുന്നത്. हमको पता है याकूब जो है हमेशा कुछ ना अच्छा एक काम करता है। അവൻ വലിയ തന്ത്രശാലിയാണ്. वो बहुत तंत्रशाली है। അവൻ അറിയാം എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്ന്. उसको पता है कि कैसे चीजों को प्राप्त करना है। നമുക്കറിയാം ചിലർ അങ്ങനെയാ, ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അവരുടെ സകല അടവുകളും പ്രയോഗിക്കും. इसे हमें पता है कुछ लोग ऐसा है कि उनका काम पूरा करने के लिए कुछ भी करेंगे, കാരണം അവർക്ക് അത് നേടിയെടുക്കണം. क्योंकि उनको प्राप्त करना है, പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് വേണ്ടി അവർ എന്തും ചെയ്യുവാൻ തയ്യാറാണ്. इसके लिए वो कुछ भी करने तैयार होते हैं। എന്നാൽ ദൈവസന്നിധിയിൽ നേടിയെടുക്കുവാൻ തന്ത്രങ്ങളല്ല ആവശ്യം. लेकिन परमेश्वर के चरणों में कुछ प्राप्त करने के लिए ऐसे कुछ कामों की जरूरत नहीं है। നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. हम सिर्फ सिद्धि देना है, നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ മതി. हम अपने आप को समर्पण करना है। യാക്കോബിന് തന്ത്രങ്ങളെല്ലാം അറിയാം. याकूब को सारे जो तंत्र से पता है, എന്നിട്ട് അവൻ ചെയ്തൊരു പരിപാടി താഴോട്ട് വായിക്കുന്നു. परंतु जब नीचे देखते हैं तो एक बात ऐसे किया है। 200 കോലാട്, 200 കോലാട്ട് കൊറ്റൻ, 200 ചെമ്മരിയാട്, പ്രൈസ് ദി ലോർഡ്, 20 ചെമ്മരിയാട്ട് കൊറ്റൻ, ഇങ്ങനെ ഒരു കൂട്ടത്തെ അവൻ ഉണ്ടാക്കി. वहां पे हम देखते हैं कि 200 बकरियां, 20 बकरे और 200 भेड़ और 20 मेढ़, ऐसे वो एक झुंड बना था। കറവുള്ള 30 ഒട്ടകം, അവയുടെ കുട്ടികൾ, 40 പശു, 10 കാള, 20 പെൺകഴുത, 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ചു. और फिर लिखा है कि वो बच्चों समेत दूध देने वाली 30 ऊँटनियां और 40 गाय और 10 बैल और 20 जो गदरिया और उनके 10 बच्चे। എന്തിനാ? 16-ാം വാക്യം പറയുന്നു, തന്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകമായി ഏൽപ്പിച്ചു. क्यों है उनको में भी लिखा है कि वो जो है ये सब चीजें जो है उनको उसने झुंड करके अपने दासों को सौंप कर उनसे कहा मेरे आगे बढ़ जाओ और झुंड के बीच में से अंतर रखो। എന്നിട്ട് പറയുന്നു, നോക്കിയേ, നിങ്ങൾ എനിക്ക് മുമ്പായി പോകുക. और कहता क्या है, तुम मेरे आगे जाओ, ഒരുമിച്ച് പോകരുത്. एक साथ मत जाओ। എങ്ങനെ പോകേണ്ടത്? कैसे जाना है? കൂട്ടമായി പോവുക. झुंड में जाओ। നല്ല ഐഡിയ. കാരണം ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്തത്. क्योंकि अच्छा तरकीब है, एक गया तो दूसरा। എന്നിട്ട് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. और एक बात वो कहता है, ഒന്നാമത് പോകുന്നവരോട് അവൻ പറയുക, पहले बार जो जा रहे उनको कहता है, എന്റെ സഹോദരനെ യേശാവിനെ കണ്ട് നീ അവന്റെ അടുക്കൽ പോകുമ്പോൾ പറയേണ്ട കാര്യം, तुम जब मेरे भाई एसाव को मिलते हैं तो उसको बोलने का बात ये है, അവൻ ചോദിക്കും, നീ ആരുടെ ആളെന്ന്, किसका जो है दास है करके, എവിടെ പോകുന്നു എന്ന് ചോദിക്കും. कहाँ जा रहे करके पूछेंगे। അപ്പൊ നീ പറയണം, बोलना है, നിന്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ, ये जो दास जा रहे किसका है, या फिर ये चीजें जा रहे किसका करके पूछने के समय, നിന്റെ അടിയൻ യാക്കോബിന്റെ വകയാകുന്നു എന്ന് പറയണം. और ये जो ऐसा पूछने के समय ये तुम्हारे दास याकूब का है। മാത്രമല്ല പറയേണ്ടത്, യജമാനായ യേശാവിന് ഇതെല്ലാം സമ്മാനമായിട്ട് തന്നതാണ്. और ये भी क्या है कि ये जो एसाव है उनको भेंट के लिए दिया है। മാത്രമല്ല അവൻ പുറകെ വരുന്നുണ്ട്. और वो पीछे से आ रहे हैं, സമ്മാനം മുൻപേ അയച്ചിട്ട് भेंट को पहले बेच के പിന്നാലെ യാക്കോബും ഉണ്ട്. पीछे से याकूब आ रहे हैं। ഒന്നാമത്തെ കൂട്ടരോട് അങ്ങനെ പറഞ്ഞു, पहले जिनको ऐसा कहा, രണ്ടാമത്തവനോട് അങ്ങനെ പറഞ്ഞു, दूसरे को ऐसा कहा, മൂന്നാമത്തെ കൂട്ടടുത്ത് അങ്ങനെ തന്നെ പറയുക. जिनको भी ऐसे ही कहता है। പ്രൈസലോട് ഇതെല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചിട്ട് ये सब जो है बोल के करने के समय പ്രൈസലോട് അവൻ ചെയ്ത ഒരു പരിപാടി, एक बात जो उसने किया, സമ്മാനം മുൻപായി അയച്ചു, जब जो भेंट पहले भेजा, തന്റെ ഭാര്യയും മക്കളെയും പറഞ്ഞു വിട്ടു, अपने जो है पत्नियों को और बच्चे को भेजा, അവരെയും കൂട്ടമായി വേർതിരിച്ചു വിട്ടു. उनको भी झुंड करके भेजा, അവൻ മാത്രം അവിടെ ഒറ്റയ്ക്കായി. और फिर भी अकेला रहेगा, അവൻ മാത്രം അവിടെ ഒറ്റയ്ക്കായി. भी अकेले वहां रहेगा। എല്ലാവരെയും പറഞ്ഞു വിട്ടു. सबको भेजा, എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ടാണ് അവൻ അവിടെ ഒറ്റയ്ക്ക് നിന്നത്. सबको भेजने के बाद वो अकेला वहां रहा। പ്രൈസലോട് അവിടെ എന്തിനാ നിന്നത്?
क्यों रहा था? അവിടെ 24 വചനം വാക്യം പറയുന്നു, അവൻ ഒരു പുരുഷനുമായി ഉഷസ്സാവോളം അവനോട് മല്ലു പിടിച്ചു. वहां पे 24 आयत में लिखा है कि वो जो है अकेला रह जाता है और एक पुरुष आकर वह फटने तक उसे मल्लयुद्ध करता रहा. എല്ലാവരെയും പറഞ്ഞു വിട്ടു. सबको भेज दिया. അവൻ ഒറ്റയ്ക്ക് അവിടെയായി. वो अकेला था वहां पे. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. सुबह के समय एक बात आप लोग बताना चाहता हूँ. ആമേ എല്ലാം ഒന്ന് മാറ്റി നിർത്തിയിട്ട്, सब कुछ जरा हटाकर, എല്ലാ ചിന്തകളെയും ഒന്ന് മാറ്റി വിട്ടിട്ട്, सारी चिंताओं को हटाकर, നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാത്തെയും ഒന്ന് മാറ്റി വിട്ടിട്ട് हमारे जो आजू बाजू में सब कुछ उसको छोड़ते हुए ഒറ്റയ്ക്കൊന്ന് ദൈവസന്നിധി ഇരിക്കാൻ തയ്യാറാണോ? तुम क्या क्या परमेश्वर में बैठे तैयार? ഒറ്റയ്ക്ക് ഒരു യുദ്ധത്തിന് തയ്യാറാണോ? परमेश्वर के लिए जो युद्ध के तैयार हो. കൂട്ടമുള്ളപ്പോൾ യുദ്ധം ചെയ്യാൻ സന്തോഷമാണ്. जो है झुंड में युद्ध करने के लिए अच्छा लगता है, പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ परंतु अकेले रहने समय എല്ലാത്തെയും മാറ്റി വിട്ടിട്ട് सभी को अलग करते ആ हैं. രാത്രി മൊത്തം അവനിതാ ദൈവമായിട്ട് ഒരു മല്ല് പിടിക്കുക. वो रात पूरा जो परमेश्वर के साथ देखो एक युद्ध कर रहा है. അവൻ രാത്രി മൊത്തം അവൻ യുദ്ധം ചെയ്തു. वो रात पूरा जो युद्ध करता है. അവനോട് യുദ്ധം ചെയ്ത ദൂതനെ ആമയെ കുറിച്ച് പറയുന്നത് യാക്കോബിനെ ജയിക്കാൻ കഴിയാത്തൊരവസ്ഥയായി. वो युद्ध किया उसमें हम देखते हैं कि याकूब जीत नहीं पाए, वैसा हुआ. യാക്കോബ് ജയിക്കും, ആ ദൂതൻ തോൽക്കുമെന്ന് മനസ്സിലായി. पता चल गया कि याकूब जीतेगा, वो दूध हार जाएगा. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവൻ അവിടെ പറയുക, ആമേൻ, എന്നെ വിടുക ഉഷസ്സായി, എന്നെ വിടുക എന്ന് ദൂതൻ പറയും. वो दूध कहता है कि मुझे छोड़ दे, भोर हो गया है, छोड़ दे कर. എന്നെ വിടുക എന്ന് ദൂതൻ പറയുമ്പോൾ जो मुझे छोड़ दे करके दूध बोलने के समय भी യാക്കോബ് പറയുന്നു, याकूब कहता है നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടകത്തില്ല. तुम मुझे अनुग्रह दे, मैंने हमें नहीं छोड़ूंगा. അതാണ് നമ്മുടെ ആമേൻ വാക്യം. इसीलिए वो है हमारा जो वचन. ആമേൻ. എന്താണ് അനുഗ്രഹം? क्या है अनुग्रह? അവൻ പറയുന്നത്, ആമേൻ, ഈ ലോകത്തിലുള്ള നന്മകൾക്ക് വേണ്ടിയല്ല അവൻ പ്രാർത്ഥിച്ചത്. वो जो है दुनिया की भलाई के लिए नहीं प्रार्थना की. അത് ഈ ലോകത്തിലുള്ളതെല്ലാം അവിടെ ഉണ്ട്, പക്ഷെ അവൻ അതല്ല ആവശ്യം. दुनिया की सब चीजें हैं उनके पास, लेकिन वो नहीं है जरूरी. ഇപ്പൊ അവന്റെ പക്കൽ ഒന്നുമില്ല. वो अभी उनके पास कुछ नहीं. അവനോട് കൂടെ ഉണ്ടായിരുന്നതെല്ലാം അവൻ മാറ്റി നിർത്തി. इंसान जो कुछ भी था उसको अलग उठा दिया है. അവന്റെ സമ്പത്ത്, उनका जो संपत्ति, അവന്റെ കുടുംബം, उनका जो परिवार, അവന്റെ മക്കൾ, उनके बच्चे, അവന്റെ സകലത്തെയും അവൻ മാറ്റി നിർത്തി. वो सब कुछ वो अलग रखा है. ഇപ്പോൾ അവൻ ഏകനായി നിന്നുകൊണ്ട് അവൻ ചോദിക്കുന്നത്, अब वो अकेले के पूछता है നീ എന്നെ അനുഗ്രഹിക്കണം. तो मुझे अनुग्रह करना. എന്താണ് അനുഗ്രഹിക്കേണ്ടത്? क्या है अनुग्रह करना? എന്റെ സഹോദരനോടുള്ള കോപം ശമിപ്പിക്കുന്ന അനുഗ്രഹം. जो है मेरे भाई के विरुद्ध जो उनको गुस्सा है वो शांत करने का. എന്റെ സഹോദരന് വിരോധമായി ഞാൻ ചെയ്ത തെറ്റ് मेरे भाई के विरुद्ध जो कुछ भी गलती मैंने किया है അവൻ ക്ഷമിക്കണം. वो जो है उसको क्षमा देना चाहिए. അവന്റെ കോപം ശമിക്കണം. उनका जो गुस्सा वो कम होना चाहिए. അവൻ എന്നെ സ്വീകരിക്കണം. मुझे स्वीकार करना चाहिए. അവൻ എന്നെ സ്നേഹിക്കണം. मुझे प्रेम करना ആ चाहिए. അനുഗ്രഹമായി യാക്കോബ് ചോദിക്കുന്നത്. वैसा जो अनुग्रह परमेश्वर जो याकूब पूछता है. യാക്കോബിന് ലോകത്തിലുള്ള സമ്പത്തല്ല ആവശ്യം. याकूब को इस दुनिया की संपत्ति नहीं चाहिए, അവൻ ആ സമ്പത്തെല്ലാം ഉണ്ട്. क्योंकि संपत्ति सब है. കാരണം അവൻ പറഞ്ഞു, ഞാൻ ഒന്നുമില്ലാത്തവനായി വന്നു, और क्यों कहता है कि मैं कुछ नहीं था वैसे आया, ഇന്നെല്ലാം ഞാൻ നേടിയെടുത്തു, परंतु आज मैंने सब कुछ जो है प्राप्त किया है. ഇന്ന് എനിക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. आज मुझे सब कुछ मिला है. ഒന്ന് ചിന്തിച്ചു നോക്കിയ, ദൈവം തന്നില്ലേ? जरा सोच के देखिए, परमेश्वर दिया ना. ഞാനിത് വായിക്കുമ്പോൾ എന്നെ തന്നെ ഞാനൊന്ന് പരിശോധിക്കാനിടയായി. मैं जब इसे पढ़ने से मैं अपने आप को ही जांचता हूँ അവൻ വെറും കൈയോടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ कि जब है बिना पैसे का जब जो इस सेवकाई में निकला, ദൈവം തന്നതെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒന്നുമില്ലാതെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ परमेश्वर दिया हुआ सब परमेश्वर को देखकर जब ये सेवकाई में निकला था, ആമേൻ, ദൈവത്തോട് ആമേൻ, ഞാനും ദൈവവുമായിട്ട് ചെയ്തൊരു ഉടമ്പടി ഉണ്ടായി. मैं जो परमेश्वर के साथ किया हुआ एक वायदा था. ആമേൻ. അന്ന് മുതൽ ഇന്ന് വരെയും അത് പരിപാലിക്കുവാൻ, കാത്തു സൂക്ഷിക്കുവാൻ ദൈവം സഹായിച്ചു. और वो तब से कि अब तक उसे संभाल के रखने के लिए परमेश्वर सहायता किया ആ है. വിഷയങ്ങളിലെല്ലാം ദൈവം വിശ്വസ്തനായിരുന്നു. और उस विषय में सब परमेश्वर जो है विश्वसनीय, ചോദിച്ചതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം തന്നു. जो है सोचा भी नहीं, बोला भी नहीं, उसे भी एकदम अपार करके दिया. ഞാൻ ചോദിക്കാത്തതും ആഗ്രഹിക്കാത്തതും ദൈവം തന്നു. मैंने जो पूछा नहीं है, जो इच्छा नहीं किया, वो भी मुझे दिया है. ആമേൻ. യാക്കോബ് പറഞ്ഞതുപോലെ വെറും കൈയായി വന്നു, ഒരു വടിയോടുകൂടെ വന്നു, ഇന്ന് സകലതും ദൈവം തന്നു. इसे याकूब कहता है कि एक छड़ी के साथ आए, जो है आज एक झुंड में जा रहे हैं. യാക്കോബ് പറയുന്നു, ഇതൊന്നിനും ഞാൻ യോഗ്യനല്ല, याकूब कहता है कि मैं किसी के भी योग्य नहीं हूँ. ഇതൊന്നും എന്റെ കഴിവോ മിടുക്കോ കൊണ്ട് ഞാൻ നേടിയതല്ല, कुछ भी मैं अपने बलबूते से या मेरे कुछ समझ से नहीं मिला. എന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് നേടിയതല്ല, ये मेरे प्रार्थना की शक्ति से नहीं है, എന്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തതല്ല, तो मैं कुछ किया इससे नहीं है. ഇതെല്ലാം ദൈവം എനിക്ക് ദാനമായി നൽകിയത്. ये सब परमेश्वर ने मुझे दान दिए हैं. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ നേടിയെടുത്തു, कई बार हम बोलते हैं कि मेरे प्रार्थना के द्वारा मैंने इसे प्राप्त किया, എന്റെ ഉപവാസം കൊണ്ട് ഞാൻ നേടിയെടുത്തു, मेरे उपवास द्वारा इसको प्राप्त किया, ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ഇത് ലഭിച്ചു. मैंने जो इतना किया है इसलिए मुझे मिला है. ഇല്ല പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദാനമാ.
प्रिय लोग, ऐसा नहीं है, ये परमेश्वर का दान है। യാക്കോബ് പറയുന്നു ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. याकूब कहता है ऐसा परमेश्वर का जो है भेंट है। എനിക്ക് ലോകത്തിലുള്ള നന്മയുടെ അനുഗ്രഹമല്ല എനിക്ക് വേണ്ടത്. ये दुनिया की भलाई के अनुग्रह नहीं പിന്നെ चाहिए। എന്താ വേണ്ടിയത്? क्या चाहिए? സമാധാനമാണ് വേണ്ടിയത്. शांति चाहिए। ഇതെല്ലാം ഞാൻ നേടിയെടുത്തു. ये समय प्राप्त कर लिया, ആടുമാടുകൾ സമ്പത്തെല്ലാം നേടിയെടുത്തു. जो है भेड़ बकरी संपत्ति सब लिया है, ഇപ്പൊ സമാധാനം നഷ്ടപ്പെട്ടു. परंतु भी आशीष चाहिए। അത് അങ്ങനെ ഈ ലോകത്തിലുള്ള പലത് നേടിയെടുക്കുമ്പോൾ वैसे दुनिया की बहुत सारी बातों को लेने के ആ ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെടും. जो अभी जो समाधान शांति है वो भी निकल जाए। അത് നഷ്ടപ്പെട്ടു. ഇപ്പോ वो जब वो चला गया, अभी യാക്കോബ് വിചാരിച്ചതെന്നറിയാമോ? याकूब ने क्या सोचा? ലോകത്തിലുള്ള ധനസമ്പത്തെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാമെന്ന്. दुनिया के साथ धन संपत्ति रहेगी तो ले सकते हैं, ഇന്നും അനേകർ ചിന്തിക്കുന്നത് അങ്ങനെയാ. परंतु आज जो बहुत जन यही सोचते हैं, കുറെ പണം ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടുമെന്ന. तो थोड़ा पैसे मिले सब कुछ मिल जाएगा। പ്രിയമുള്ളവരെ, പണം ലഭിച്ച ഉള്ള സമാധാനം കൂടെ പോകും. तो ये लोगों लेकिन बताना चाहते हैं कि जब पैसे मिलेगा तो जो शांति था वो भी चला जाएगा, അതുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടരുത്. इसीलिए उसके पीछे भागना नहीं। അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, फिर प्रेरित पौलुस कहता है ദ്രവ്യാഗ്രഹം, जो है चीजों के बारे में जो इच्छा है, ആമേൻ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലകാരണം. और ये जो पैसे के लिए या फिर जो धन का लोभ है वो सारे दुष्ट कामों के लिए शुरुआत है। പ്രൈസലോട് പണത്തിന്റെ പ്രൈസലോ ദ്രവ്യ ആഗ്രഹം, പണം വേണം, പക്ഷെ പണത്തിന്റെ ആഗ്രഹമല്ലേ അത് സകല ദോഷത്തിന് കാരണമായി തീരും. पैसे चाहिए, लेकिन पैसे के लिए और पैसे और जो चीजों के लिए जो इच्छा है या चीजों प्राप्त करने की जो इच्छा है उसके वजह से जो है दुष्ट हो सकते हैं। ആമേൻ, പ്രൈസലോട്. അതുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടരുതെന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുക. इसीलिए पौलुस तिमोथी से कहता है कि उसके पीछे मत भागना। അതുകൊണ്ട് നീ അത് വിട്ടു ഓടുകയെന്ന പൗലോസ് പറഞ്ഞത്. इसीलिए उसे छोड़ के भागना करके पौलुस कहता है। യാക്കോബ് വിചാരിച്ചത് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ആമേ സമാധാനം ഉണ്ടാകും. याकूब कहता है कि जो है अनुग्रह मिलेगा तो क्या जो शांति मिलेगा करके। നോക്കിയേ, അവന്റെ ആദ്യജാതന്റെ അനുഗ്രഹം ആദ്യജാതന്റെ അനുഗ്രഹം അവൻ നേടിയെടുത്തു. जो है पहलोटा का जो आशीष है उसने वो प्राप्त किया। അവൻ എന്തെങ്കിലും സന്തോഷം ഉണ്ടായോ? कुछ खुशी मिला क्या? ആമേൻ. അപ്പൻ ജ്യേഷ്ഠന് കൊടുക്കേണ്ട അനുഗ്രഹത്തെ തട്ടിയെടുത്തു. जो है पिता बड़े भाई को देने का आशीष को ले लिया, അവന് സമാധാനം ഉണ്ടായോ? उनको शांति मिला क्या? അവന്റെ ഉള്ള സമാധാനവും നഷ്ടപ്പെട്ടു. उनका जो शांति था वो भी चला गया। അവൻ ഇപ്പൊ എല്ലാം നേടിയെടുത്തു, सब कुछ जो प्राप्त किया സമാധാനം പോയി കിട്ടി. परंतु शांति चला गया। ദൈവത്തോട് ചോദിക്കുന്നത് എന്നെ അനുഗ്രഹിക്കണം, आई वैसे पूछते कि मुझे अनुग्रह करना, എനിക്ക് സമാധാനം തരണം, मुझे शांति देना, എനിക്ക് സമാധാനം മടക്കി തരണം. मुझे वो शांति देना कर। അതുകൊണ്ടാണ് അവന്റെ സകലത്തെ അവൻ മാറ്റിവിട്ടത്. इसलिए उसने उसको सब कुछ को अलग कर दिया। ഒരു രാത്രി അവനിത് ഒറ്റയ്ക്ക് നിൽക്കുക. एक रात को वो अभी अकेला है, അവന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയതെല്ലാം അവൻ മാറ്റി നിർത്തി. उसका जो शांति जो अलग किया वो सब कुछ उसको उसने अलग किया है। അവൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇതാ നിലവിളിക്കുക, वो अभी अकेला रुक के जो है वो पूछ रहा है, എനിക്ക് ആ സമാധാനം മതി, मुझे वो जो शांति काफी है। ആദ്യം ഉണ്ടായിരുന്ന സന്തോഷം മതി, पहला था वो जो है खुशी काफी है, ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സന്തോഷം. जो कुछ नहीं था तभी होने वाला जो खुशी, ആമേൻ. ആ സന്തോഷം എനിക്ക് തിരിച്ചു തരണം. वो खुशी आई मुझे चाहिए। എന്റെ ഉണ്ടായിരുന്ന ഈ സമാധാനം എല്ലാം ഇപ്പൊ നഷ്ടപ്പെട്ടു. जो शांति था वो सब नष्ट हो गया। ദൂതനോട് പറയാ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ല. दूध से कहता है कि मुझे अनुग्रह करे बिना मैं तुम्हें नहीं छोड़ूंगा। അവൻ അനുഗ്രഹം ചോദിച്ചപ്പോൾ ദൂതൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. और अनुग्रह पूछने में परमेश्वर को वापस से उसको एक सवाल किया, ആമേൻ, നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. नाम क्या कहा? അല്ലയോ, ആ ദൂതനെ ഈ അനുഗ്രഹവും പേരും തമ്മിൽ എന്താ ബന്ധം? दूध ये जो नाम और अनुग्रह में क्या फर्क है? ആമേൻ. യാക്കോബ് അനുഗ്രഹം ചോദിച്ചപ്പോൾ जब याकूब अनुग्रह पूछते हैं, ദൂതൻ ചോദിക്കാൻ നിന്റെ പേരെന്തെന്ന്. दूध पूछते कि नाम क्या है? അപ്പോ യാക്കോബ് പറയാ, എന്റെ പേര് യാക്കോബാ. तो याकूब कहते हैं कि मेरा नाम याकूब है। ആമേൻ. എന്നാൽ ദൂതൻ പറയാ, നിന്റെ പേരിന് യാക്കോബ് എന്നുള്ളത് മാറ്റാൻ പോവുക. लेकिन दूध कहता है कि याकूब नाम मैं बदलने वाला हूँ, ഞാൻ നിന്നെ വേറൊരു പേര് തരാൻ പോവുക. मैं अभी दूसरा एक नाम देने वाला ആ പേര് തരാനുള്ള കാരണം हूँ। वो नाम देने का कारण ये है, ആമേൻ, ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, मेरे पढ़ने से मुझे पता चला है, ദൂതൻ പറയുക, दूध कहता है നിനക്കൊരു രാജകുമാരന്റെ അത്രയും ശക്തിയുണ്ട്. तुम्हें एक राजकुमार को उतना शक्ति है, ഒരു രാജാവിന്റെ മകന് ലഭിക്കുന്ന അധികാരവും ശക്തിയും നിനക്കുണ്ട്. एक राजा के बेटे को मिलने का जो अधिकार और शक्ति है। അതുകൊണ്ട് നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ചു. इसलिए तूने परमेश्वर और मनुष्य के साथ युद्ध किया നീ ജയിച്ചിരിക്കുക. और तुम विजय प्राप्त किया। അതെ, മനുഷ്യനോട് മല്ലുപിടിച്ച് ജയിച്ചു, मनुष्य पे विजय प्राप्त किया, അത് സാധാരണമാ. वो तो साधारण പക്ഷെ ദൈവത്തോട് മല്ലുപിടിച്ച് നീ ജയിച്ചിരിക്കുക. तुम परमेश्वर से भी युद्ध करके विजय प्राप्त किया। അതുകൊണ്ട് നിന്റെ പേര് മാറ്റാൻ പോവുക. इसीलिए नाम बदलने ഇന്ന് പകൽക്കാലം ആമേൻ യാക്കോബിനെ പോലെ മല്ലുപിടിക്കാൻ തയ്യാറായ आज सुबह के समय याकूब के समान अगर युद्ध करने तैयार है तो ആമേൻ പേര് മാറിക്കിട്ടും. नाम बदलता है। ഇതുവരെ ഉണ്ടായിരുന്ന പേരിനൊരു മാറ്റം വരും. अभी तक जो था नाम का एक बदलाव होगा। നിന്റെ സ്വഭാവത്തിനുണ്ടായിരുന്ന പേര് മാറിപ്പോകും. तुम्हारा स्वभाव का जो नाम था वो अलग होगा। നാട്ടുകാർ നിന്നെ വിളിച്ച പേര് മാറും.
दुनिया के लोग तुम्हें जो मिला बोलते हैं वो ना बदल जाएगा। നിന്റെ അമ്മയപ്പന്മാര് പറഞ്ഞ ഒരു പേരുണ്ടല്ലോ അത് മാറിക്കിട്ടും. तुम्हारे माता पिता जो बोलते हैं वो ना बदल जाएगा। നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പേരുണ്ട്. तुम्हारे जीवन में अभी तक मिला हुआ एक जो है नाम है। ആ പേര് കാണുമ്പോൾ പലരും പല രീതിയിലാണ് നിന്നെ നോക്കിയത്. वो जो है नाम देखने समय कई लोग तुम्हें कई रीति से देखा है। ആ പേരിന്റെ കാരണം നീ പലയിടത്തും അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. और जो है नाम के ऐसे जो बहुत सी जगह में तुम्हारा अपमान हुआ है। ആ പേര് കാരണം നിന്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവം ഇന്ന് മനുഷ്യൻ ഓർക്കുന്നുണ്ട്. और उसकी वजह से तुम्हारी जिंदगी में हुआ बातों को अभी भी लोग जानते हैं। ആ പേര് ഓർക്കുമ്പോൾ മനുഷ്യർ നിന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നത് അറിയാം. वो नाम सुनने के समय तुम्हारे बारे में लोग जो है गलत समझना वो साधारण। നീ അങ്ങനെയുള്ള വ്യക്തിയാണ് ഇങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ള തെറ്റിദ്ധാരണ മാറണമെങ്കിൽ ദൈവവുമായിട്ട് ഒരു മല്ല് പിടിക്കാൻ ഒരുങ്ങുക. तो अगर ऐसा ये व्यक्ति जो है ऐसा नहीं है तुम्हें क्या युद्ध करके विजय प्राप्त करना है। ഇനി ആരും ആ പേര് ഓർക്കാതെ വേണ്ട. ताकि ऐसा कोई भी ऐसा उस नाम को याद नहीं നിന്നെ रखे। ഭീതിപ്പെടുത്തിയ പേര്, तुम्हें डराने वाला जो नाम, നിന്നെ ദുഃഖിപ്പിച്ച പേര്, तुम्हें जो है दुख दिया हुआ नाम, നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കടന്നു വന്ന പേര്, जो जीवन में प्रतिकूल आने के समय का जो नाम, ആ പേര് മാറ്റി നിന്നെ ഒരു വലിയൊരു പേരിന്റെ അധികാരിയാക്കാൻ പോകും. वो नाम हटाकर तुम्हें एक बड़ा एक नाम के अधिकारी बनाया हुआ। നീ ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചവനാകുക. परमेश्वर से युद्ध करके विजय प्राप्त कैसे नहीं। നിന്റെ ചുറ്റുപാടുമുള്ളവരോട് യുദ്ധം ചെയ്തുകൊണ്ടല്ല, तुम युद्ध करके विजय दूसरे लोगों से युद्ध करके विजय प्राप्त कैसे नहीं, ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് लेकिन परमेश्वर के साथ युद्ध करके विजय प्राप्त ഇന്ന് നിന്റെ പേര് മാറ്റാൻ പോവുകയാണ്. तो आज तुम्हारा जो है जो नाम को बदलने वाला। കാരണം നിനക്കൊരു രാജകുമാരനെ പോലുള്ള ശക്തി നിനക്കുണ്ട്. इसीलिए जो है क्योंकि तुम्हारे पास जो है राजकुमार का शक्ति है। അത് ആ ശക്തിയോടെയാണ് നീ എന്നോട് എതിർത്തത്. वो शक्ति के द्वारा तुमने जो है विरोध में गए। ആ ശക്തിയോടാണ് യുദ്ധം ചെയ്തത്. वो जो है शक्ति के द्वारा तुम्हें जो है विरोध ഇന്ന് किया। പകൽക്കാലം ഒരു നിമിഷം കണ്ണു കടയ്ക്കാമോ? आज सुबह के समय अपने आंखों को बंद അത് करो। ഇന്ന് പകൽക്കാലം ഒരു പേര് മാറ്റം സംഭവിപ്പാൻ, हाँ आज सुबह के समय एक नाम बदलाव होने के लिए। മറ്റുള്ളവർ കേൾക്കുമ്പോൾ ആമെ ദുഷിക്കുന്ന ഒരു പേരാണോ? दूसरे सुनने के समय जो है नाश करने वाले से नाम है क्या? പണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റിനെ കുറിച്ച് ഓർത്ത് ആമേൻ പറയുന്ന പേരാണോ? तुम्हारे जिंदगी में पहले हुआ एक जो है गलती को याद रहने वाला एक नाम है क्या? അതെ, ആ പേര് ഇന്ന് മാറ്റാൻ പോവുക. हाँ उस नाम को निकालने वाला। ആമേൻ. നിന്റെ ജീവിതത്തിൽ നീ കേട്ടതായ ഒരു പേര് ദോഷം, तुम्हारी जिंदगी में तुमने जो है मिला हुआ एक जो बात है, ആമേൻ, ആ പേര് ദൈവം മാറ്റി वो नाम को हटाकर നിന്നെ വലിയൊരു ജാതിയാക്കാമെന്ന ദൈവത്തിന്റെ വാക്ക്. जाति बनाए करके परमेश्वर का जो वायदा है। അവൻ ഈ ലോകത്തിലെ ധനസമ്പത്തല്ല ചോദിച്ചത്. कोई इस दुनिया का धन संपत्ति नहीं चाहिए, അവൻ ആവശ്യം ഒരു പേര് മാറ്റമായിരുന്നു. सिर्फ एक जो है नाम बदलाव चाहिए। എന്റെ യാക്കോബ് എന്നുള്ള പേര് याकूब करके जो नाम है അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചത്. वो एक बदलने के लिए प्रार्थना की ദൈവം അവന്റെ പേര് മാറ്റി. और परमेश्वर का नाम बदला, ആമേൻ. അവനെ മാറ്റിയെടുത്തു. उनको बदल दिया। അവൻ ആമേൻ തന്റെ കൂട്ടത്തെ എല്ലാം മാറ്റിവിട്ട് ഒറ്റയ്ക്കിരുന്നപ്പോൾ वो जो है बदलने के बाद अकेले बैठने समय ദൈവം അവന് കൊടുത്തതായ അനുഗ്രഹം और परमेश्वर जो उनको दिया वो अनुग्रह, അവന്റെ കൂട്ടർ അവനെ കണ്ടു. उनके जो है जो लोग है वो देखे। ഇന്നലെ രാത്രി കണ്ട വ്യക്തിയല്ല ഇന്ന് യാക്കോബ്. कल रात को देखा व्यक्ति नहीं है आज। ഇന്നലെ രാത്രി വരെ അവരോട് കൂടെ ഉണ്ടായിരുന്ന യാക്കോബ് അല്ല ഇന്ന്. कल रात तक उनके साथ याकूब नहीं है अभी। അവന്റെ നടപ്പിനൊരു മാറ്റം വന്നു. उनके चाल चलन में एक फर्क है, അവന്റെ സംസാരത്തിനൊരു മാറ്റം उनकी വന്നു. बातों में एक फर्क है। ഇന്നലെ വരെയുള്ള വ്യക്തിയല്ല ഇന്ന്. जो है अभी तक जो व्यक्ति है वैसा नहीं है अभी। ഇന്ന് പകൽക്കാലം ആ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? तभी समझना है वो जो वैसा एक बदलाव चाहिए कि ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. परमेश्वर के हाथों में समर्पण ഒരു करें। നിമിഷം ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. हम एक मिनट परमेश्वर के चरणों में समर्पण നമുക്ക് करें। പ്രാർത്ഥിക്കാം. हम प्रार्थना करें ആ ഒരു മാറ്റത്തിന് വേണ്ടി. उस एक बदलाव के लिए। അത് ഇന്നലെ വരെ എന്നെ കണ്ടവർ ഇന്ന് കാണുമ്പോൾ ഒരു വ്യത്യാസം എന്റെ ജീവിതത്തിൽ കാണുക. कल तक देखा और लोग जब आज देखने समय कुछ अलग होने के लिए। അനേക വർഷങ്ങളായി ഞാൻ സുവിശേഷ വേല ചെയ്യുന്നു. बहुत वर्षों से जो है परमेश्वर की आराधना कर रहा है। അനേക വർഷങ്ങളായി ഞാൻ വിശ്വാസിയായിരിക്കുന്നു. बहुत समय से परमेश्वर के चरणों में जो है विश्वास। അനേക വർഷങ്ങളായി ഞാൻ ദൈവ പൈതലായിരിക്കുന്നു. बहुत सारे वर्षों से परमेश्वर का बच्चा है। എന്നാൽ ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം तो വേണം. आज मुझे एक बदलाव चाहिए। എന്റെ ജീവിതത്തിൽ ഇന്നൊരു മാറ്റം വേണം. आज मुझे जीवन में एक बदलाव चाहिए। എത്ര പേര് ആഗ്രഹിക്കുന്നു? कितने लोग चाहते हैं? നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम प्रार्थना करते हैं। സ്വർഗ്ഗസ്ഥ പിതാവായ ഞങ്ങളുടെ നല്ല ദൈവം, उनके पिता हमारे अच्छे परमेश्वर, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. अच्छे समय के लिए धन्यवाद ഒരു देते हैं। പ്രഭാതം കൂടെ നൽകി തന്നതിനായി സ്തോത്രം. तो जो एक शुरुआत एक सुबह के समय जैसे धन्यवाद देते ഇന്ന് हैं। പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. आज हमसे बात की अच्छे लोग को धन्यवाद देते हैं। കർത്താവേ, ഹൃദയഭാരത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ परमेश्वर जो है एकदम हृदय के दुख से आपके सामने आने के वाले लोग हैं। ഇന്ന് പകൽക്കാലം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. आइए हम जो है आपके हाथों में समर्पण करके प्रार्थना करते യാക്കോബിനെ പോലെ നിലവിളിക്കുന്ന हैं। याकूब के समान जो है आवाज देते हैं। പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. प्रिय लोगों जो है परमेश्वर के हाथों में समर्पण അവരുടെ करते हैं। ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കണം. जीवनों में एक बड़ा एक बदलाव
लेकर आए। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. पिता पुत्र पवित्र आत्मा के नाम से अनुग्रह की प्रार्थना ഇന്ന് करते हैं। പകൽക്കാലം അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. आज जो है आज सुबह के समय उनके जीवन में एक बदलाव होने दो। ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള ഒരു മാറ്റം സംഭവിക്കട്ടെ. परमेश्वर की वायदा के अनुसार एक बदलाव होने दो। ഇന്നലെ വരെ കണ്ടതുപോലെയല്ല, कल तक देखा हुआ जैसा नहीं है। ഒരു പുതു വ്യക്തിയായി കാണുവാൻ, एक नए व्यक्ति से देखने के लिए, അവരുടെ ജീവിതത്തിലെ മാറ്റം ഈ ലോകത്തിനെ അറിയുവാൻ उनके जीवन में जो बदलाव होने के लिए ഇന്ന് പകൽക്കാലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. आपके सामने समर्पित करके प्रार्थना करते हैं। നമ്മെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. परमेश्वर अनुग्रह से धन्यवाद देते हैं। ആമേ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. परमेश्वर अनुग्रह करे से धन्यवाद देते हैं। ഇന്ന് പകൽക്കാലം ശ്രവിച്ച വചനപ്രകാരം आज सुने हुआ जो वचन के अनुसार അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. अनुग्रह की प्रार्थना करते हैं। അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. अनुग्रह करके प्रार्थना करते हैं। ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. परमेश्वर का जो है अनुग्रह हमारे साथ है। ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. हमें बल दिए धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह के नाम से ആമേൻ. आमीन।